ഹലോ, അസ്സലാമു അലൈക്കും. പുന്നാര ചങ്കകൾ എന്ന് എടുക്കാൻ പോണ അറിയാം നിങ്ങൾക്ക്. ഈ തേയിലത്തോട്ടം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ ഒന്നും കൂടി മനസ്സിലാണെങ്കിൽ ഇവിടെ അതാ ഒരു സാറാർത്തിൻ്റെ ഫോട്ടോ ഉണ്ട്, കണ്ടില്ല നിങ്ങൾ? അപ്പം മനസ്സിലായില്ലെങ്കിൽ എടുക്കാൻ പോണത് അതന്നെ നമ്മളെ വയനാട്ടിൽ തന്നെ. അപ്പോൾ ആ വയനാട്ടിലത്തെ കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടാലോ. ആദ്യം നമ്മൾ മർക്കസ് നോളജ് സിറ്റി ഒന്ന് കാണാം. ഏ ആദ്യം അതൊന്നും കറങ്ങി തിരിഞ്ഞൊന്ന് കണ്ടിട്ടേ നേരെ നമുക്ക് വയനാട്ടിൽ കണ്ട് കയറാം. അല്ല നല്ല ഇങ്ങോട്ട് നോക്കുകയാണ് നിങ്ങൾ. ഗൾഫ് സിസ്റ്റമാണ് ഇവിടെയൊക്കെ. നമ്മൾ ഗൾഫിൽ പള്ളീൻ്റെ മാതിരി അതൊക്കെ ഒന്ന് കണ്ടാൽ ഒരു രക്ഷയില്ല മക്കളെ. ഇതൊക്കെ കാണേണ്ട കാഴ്ച തന്നെ. അപ്പം ചങ്കളെ ഞങ്ങൾ കുറച്ച് നേരത്തെ വന്നുകൊണ്ട് ഞങ്ങൾ ഇവിടെ കയറാനൊക്കെ ആളുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കണുള്ളൂ കേട്ടോ. അപ്പം ഞങ്ങൾ എന്താട്ടി ഒന്നൊന്ന് ചുറ്റി ഒന്ന് കാണാൻ വേണ്ടിയതാ വണ്ടിയിൽ തന്നെ അങ്ങനെ കറങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ കാഴ്ചകളാട്ടോ അതിൻ്റെ തൊട്ടടുത്തിട്ട് അതാട്ടോ നമ്മളെ ഒരു പാർക്കിങ്ങിൻ്റെ ഏരിയയും കൂടി ഉണ്ട് കേട്ടോ അവിടെ. ഏത് വണ്ടി വന്നാലും എത്രയും പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കാര്യങ്ങൾ എല്ലാം പോലെ ഇവിടെ ഭയങ്കര സെറ്റപ്പിലാട്ടോ ചെയ്തിട്ടുള്ളത്. ഏതായാലും വേണ്ടില്ല, ഞങ്ങളിവിടെ നിന്ന് ഒന്നും കൂടി അങ്ങോട്ട് പള്ളി ഇങ്ങനെ കണ്ടില്ല നിങ്ങൾ അവിടെ നിന്ന്, എന്തൊരു രസം അത് കാണാൻ. ഏതായാലും വേണ്ടില്ല, ഒന്നും കൂടി അങ്ങോട്ട് റൗണ്ട് അടിച്ചിട്ടേ ആ പള്ളി മൊത്തം റൗണ്ട് അടിക്കാൻ തീരുമാനിച്ചു. ഏതായാലും വരിക നമുക്ക് ആ കാഴ്ച ഒന്ന് കാണാം. അതൊക്കെ ഒരു കാണേണ്ട കാഴ്ച തന്നെ. ഇവിടെ നോക്കുകയാണ് നിങ്ങൾ. ഓരോരുത്തർ ഇതാ കാഴ്ച കാണാൻ വേണ്ടി ഇങ്ങനെ പോയോണ്ടിരിക്കും. ഇതാ ഈ കാണട്ടോ പാർക്കിംഗ് ഏരിയ. അതിൻ്റെ മുന്നിൽ കൂടെ എപ്പോഴും നമ്മൾ പോകുന്നത്. അതിലെങ്ങനെ പോയിട്ട് നമുക്ക് ഇത് ആളുകളൊക്കെ അത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമുക്കിതാ KSRTC കണ്ടില്ല ഞങ്ങൾ, അതൊക്കെ അവിടെ ട്രിപ്പ് അടിക്കണ ബസ്സാട്ടോ. ഇവിടെ ഈന്തപ്പനകളും കാര്യങ്ങളും എന്താ പറയുക, നമ്മളിപ്പോൾ പെട്ടെന്ന് നമുക്ക് ഗൾഫിലാണെന്നൊക്കെ തോന്നും. ആ ഒരു ലെവലുള്ള ഫീലിംഗ് അവിടെ വന്നു കഴിഞ്ഞാൽ. അങ്ങനെ പോയി ഇതാ അതിൻ്റെ അടുത്തെത്തി. അങ്ങനെ നമ്മൾ ഒന്ന് റൗണ്ട് അടിക്കാനുള്ള ഒരു പരിപാടിയിലാട്ടോ. കണ്ടില്ല നിങ്ങൾ, കുറേ സ്റ്റാളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഒക്കെ ഓപ്പൺ ആവണുള്ളൂ. നമ്മൾ വന്നത് കുറച്ച് നേരത്തെ ആയതുകൊണ്ട് ഓപ്പൺ ആവാൻ ടൈം ആവണുള്ളൂ. അപ്പോൾ ഏതായാലും വേണ്ടില്ല, നമുക്കൊന്ന് റൗണ്ട് അടിച്ചിട്ട് കാണാമെന്നുള്ളൊരു അഭിപ്രായത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം ഹെലികോപ്റ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളിവിടെ 2 പണിക്കാരുണ്ട് ഇവിടെ തൊടുവിൽ ചെടി ഉണ്ടാക്കണം. ഓരോട് ചോദിച്ചു നോക്കി. അപ്പോൾ ഓര് പറഞ്ഞെന്താ പറയുക, അതേമാതിരി എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമുകൾ ഇങ്ങനെ ഉണ്ടാകുമ്പോഴാണ് അങ്ങനെ ഉണ്ടാവുള്ളൂ, പാർക്കിൽ കാര്യങ്ങളും ഇതൊക്കെ വരുള്ളൂ. അങ്ങനെ എന്താ വാർഷികം കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഇത് ഉണ്ടാവില്ലെന്നാണ് പറഞ്ഞത് കേട്ടവർ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ച് പിന്നെയും പോന്നു. അപ്പോൾ നമുക്ക് വീണ്ടും കാഴ്ചകളൊന്ന് കാണാം. ഇതൊരു ലോകമാണ് മക്കളെ, ഇത് കണ്ടാൽ തീരൂല. കണ്ടില്ല നിങ്ങൾ? ഇഷ്ടംമാതിരി സ്റ്റാളുകളാട്ടോ അവിടെ. പള്ളി മക്കളെ ഒരു രക്ഷയില്ല കേട്ടോ. അവിടെ നോക്കുകയാണ് നിങ്ങൾ, എന്താ പള്ളി. ഗൾഫ് കഴിഞ്ഞാൽ പിന്നെ കാണാൻ പറ്റിയൊരു പള്ളി പിന്നെ ഇവിടെ തന്നെ ഉള്ളൂ. അപ്പോൾ ഇവിടെ രാവിലെ തന്നെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ ടൈം കുറച്ച് നേരത്തെ ആയതുകൊണ്ട് അവിടെ ഓപ്പൺ ആവണുള്ളൂ. ടൂറിസ്റ്റുകാർ ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നുണ്ട്. അത്രക്കും കാഴ്ചകൾ ഇവിടെ കാണാനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് ആളുകൾ ഇവിടെ എത്തുന്നത്. അപ്പം നമ്മൾ കറങ്ങി കറങ്ങിയതാ ഏകദേശം അതിൻ്റെ മുമ്പാകത്ത് എത്താനായിട്ടും. അതാ അതിൻ്റെ മുമ്പാകത്ത് എത്തിക്കണ്. അപ്പം ഇങ്ങനെ കുറേ ആളുകളൊക്കെ അത് അവിടെയും ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കൽ തുടങ്ങിയാണ്. അത് ഓപ്പൺ ആകാത്തതുകൊണ്ട് വെയിറ്റിങ്ങിലാണ് എല്ലാവരും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ നേരെ ഇനി നമുക്ക് കാഴ്ചകളൊക്കെ കണ്ട് കഴിയാനായി. നമ്മൾ നേരെ പുറത്തേക്കാണ് പോവാണ്. അവിടുന്ന് കുറച്ച് പോകുന്നത് പിന്നെ കാണുന്ന കാഴ്ച എത്തട്ടെ, കൺവെൻഷൻ സെൻറ്റർ ആട്ടോ ഈ കാണുന്നത്. അത് കാണാൻ തന്നെ നല്ല മനോഹരമായ കാഴ്ച കേട്ടോ. വളരെ താന്നിരിക്കുന്നൊരു ബിൽഡിങ് മോഡൽ. പിന്നെ അത് അതിൻ്റെ തൊട്ടടുത്ത് വരാക്കിൻ്റെ വലിയ ബിൽഡിങ്ങും കാര്യങ്ങളും. സത്യം പറയാൻ കാണാൻ തന്നെ വലിയ രസമാണ്. ഞാൻ ആദ്യമേ പറഞ്ഞത് മാതിരി ഗൾഫിൻ്റെ ഒരു സിസ്റ്റം
നമ്മുടെ ഗൾഫ് ഇതാണെന്നൊക്കെ പറയാം. ആ ലെവലിലുള്ള കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ ഓരോ കാഴ്ചകളും കണ്ട് ഇങ്ങനെ പുറത്ത് അവിടുന്ന് ഇറങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ചങ്കളെ നമുക്കിനി നേരെ വയനാട് ചുരത്തുമ്മക്കട് കയറാം. പിന്നെ അവിടുത്തെ കാഴ്ചകളാണ് കാണാൻ നമുക്ക്. നമ്മൾ കയറിയ പാട് കണ്ടതാ ഈ ആശാന കേട്ടോ. കണ്ടില്ല നിങ്ങൾ? ഇത് സംഗതിയിൽ എന്തോ തിന്നാൻ കൊടുത്തൊക്കെ പാടെ തൊള്ളയിട്ടിട്ട് ഉണ്ടാക്കി വെച്ചിക്കാണ്. എന്നിട്ട് അടുത്ത് വരെയും കാത്തുന്ന സംഭവം. അത് വരാതായപ്പോൾ അല്ലേ തൊണ്ടയിൽ വെച്ചതാ. കണ്ടില്ല നിങ്ങൾ? ആ രണ്ട് സൈഡിലും അവിടെ ഇവിടെ പൊന്തിക്കണ്. അതെടുത്തിട്ട് ഇങ്ങനെ അടിച്ച് കയറ്റാൻ തുടങ്ങി. പിന്നെ ആ ആ ആ ആളെല്ലാം സുന്ദരിയൊക്കെ ആയിന്, മേക്കപ്പൊക്കെ ചെയ്തിരിക്കണം. അവിടുന്ന് ഇങ്ങനെ കുറച്ച് മുന്നോട്ട് ഇങ്ങനെ പോന്നിട്ട് ഞങ്ങൾ അപ്പോഴാണ് ഒരു വളരെ മനോഹരമായ കാഴ്ചകളുണ്ട്. ഇവിടെ നോക്കണം നിങ്ങൾ.
ചങ്കകൾ നമ്മൾ ചുരം കയറി കഴിഞ്ഞാൽ പിന്നെ കാണുന്ന കാഴ്ച ഈ മനോഹരമായ കാഴ്ച ഇങ്ങോട്ട് നോക്കുകയാണ് നിങ്ങൾ. ഇത് കണ്ടങ്ങൾ നമ്മളെ ഗ്ലാസ് ബ്രിഡ്ജാട്ടത്, അത് ഡിജിറ്റൽ. എന്ത് മനോഹരമാണ് ഇത് കാണുക. രാത്രി എടുത്തിട്ട് കാഴ്ച രസം, ലൈറ്റും കാര്യങ്ങളൊക്കെ ആയി നല്ല രസം. പിന്നെ നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് പോന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ തേയിലത്തോട്ടത്ത് കയറുക കേട്ടോ. അതിൻ്റെ സെൻറ്ററിൽ കൂടെ ഉള്ള ആ ഒരു യാത്ര, ചുറ്റുഭാഗം തേയിലത്തോട്ടവും അതിൻ്റെ സെൻറ്ററിലൂടെ യാത്ര, അത് വേറെ ലെവൽ തന്നെ മക്കളെ. തേയിലത്തോട്ടം കാണാൻ ഭയങ്കര രസമല്ലേ. പക്ഷേ അത് പറിക്കണ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ആ കാഴ്ച കൂടി നമുക്ക് കാണാം. ഇതൊക്കെ പറിച്ച് വെച്ചാട്ടോ അവിടെ, ഈ ചാക്കിലൊക്കെ ഇവിടെ പറിച്ച് നിറച്ച് വെച്ചതാണ്. ആ പറിക്കണ കാഴ്ചയാണ് കേട്ടോ ഇവർ ഈ വീഡിയോ എടുക്കുന്നത്. ഇതാ കണ്ടില്ല നിങ്ങൾ, ഇവർ ആ വീഡിയോ എടുക്കാണ് കൗതുക കാഴ്ച. അങ്ങനെ നമ്മൾ അവിടുന്ന് കുറച്ച് ഇങ്ങനെ പോന്നാൽ ഇത് അവിടുന്ന് കണ്ടില്ല നിങ്ങൾ, ആ കാണുന്നതൊക്കെ ഇവർ പറിച്ച കേട്ടോ. ഒരുപാട് പണിക്കാരുണ്ട് ഇവിടെ കണ്ടങ്ങൾ. അത് താഴെ അവിടെ ഇവിടെ ആയിട്ട് ഇതാ ഒരുപാട് ആളുകൾ കണ്ടോ. ഈ കാണുന്ന ഇവരാണിത് പറിക്കുന്ന ആൾക്കാർ. അത് പറഞ്ഞാൽ അവർ ഓരോ കയ്യിലൊരു സാധനം ഉണ്ട്, അതുകൊണ്ട് ഒരു വെട്ടി അതിൽ നിറച്ചിട്ട് അത് നിറയുമ്പോൾ നേരെ പോലെ പുറത്തുള്ള ആ ചാക്കിലേക്ക് ഇടും. അങ്ങനെ ആ ചാക്ക് നിറഞ്ഞാൽ ഇതവിടെ സൈഡിൽ കൊണ്ടുവന്ന് വെക്കും. അങ്ങനെ സൈഡിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് പിന്നെ അവിടുന്ന് ബാക്കിയുള്ള പണികൾ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇതാ ഇവിടെ കണ്ടില്ല, ഇതാ ഇവിടെ കൊടുന്ന് ചെരിഞ്ഞിട്ട് അവിടെ കൊടുന്ന് ചെരി എന്നിട്ട് ഒട്ടിപ്പിടിച്ചതൊക്കെ വേർതിരിച്ച് വെച്ചിട്ട് അങ്ങനെ ഒന്ന് ചെരിഞ്ഞിടുക. അതിന് ശേഷം പിന്നെ അവിടെ ട്രാക്ടർ വന്നിട്ട് ട്രാക്ടറിൽ കയറ്റിയിട്ട് അതിൻ്റെ ഫാക്ടറി കൊണ്ടുപോയി അങ്ങനെ പൊടിച്ച് അങ്ങനെയാണ് ചായപ്പൊടി ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മൾ ആ കാഴ്ചയും കണ്ട് ഇറങ്ങുന്നത് നത്തങ്കുനി പറഞ്ഞ ഗ്രാമത്തിൽ കേട്ടോ. ഇവിടെ എന്താ പ്രത്യേകത വെച്ചാൽ രണ്ട് സൈഡും
അതിമനോഹരമായ വെള്ളങ്ങളും അതിൻ്റെ സെൻറ്ററിലൂടെ ഈ ഒരു മനോഹരമായ റോഡും അതിന് ചുറ്റുമായി താങ്ങും തണലുമായി നിൽക്കുന്ന മുളക്കൂട്ടങ്ങളും, ഇതാണ് കേട്ടോ ഇവിടുത്തെ പ്രത്യേകത. ഫോട്ടോഷൂട്ടിന് പറ്റിയ അടിപൊളി സ്ഥലമാട്ടത്. അപ്പോൾ മക്കളെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.